നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ഗെയിംസ് അല്ലെങ്കിൽ TV പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇപ്പോൾ ലോട്ടറി ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു കാറ് പ്രൈസ് ആയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് 10,000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള സമ്മാനങ്ങൾ അടിക്കുകയാണ് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 30% ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് 1,00,000 രൂപയുടെ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചാൽ 30% ടാക്സും അതിൻ്റെ സെസ് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി പല സാഹചര്യങ്ങളിലും നിങ്ങളുടെ സമ്മാനത്തിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് ഈ ടാക്സിൻ്റെ ഒരു റേറ്റ് വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ഫ്ലാറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടിയെന്ന് വരും. അപ്പോൾ 50 ലക്ഷം രൂപയിൽ കൂടുതലായതുകൊണ്ട് തന്നെ അതിന് സർചാർജ് കൂടി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10% മുതൽ 25% വരെ നിങ്ങളുടെ സമ്മാനങ്ങൾക്ക് സർചാർജ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30%-ലും കൂടുതൽ തുക നിങ്ങൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 3 പവൻ സമ്മാനം കിട്ടിയ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 1 പവൻ ടാക്സ് ആയിട്ട് പോകും എന്നർത്ഥം. 2 പവൻ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ അയക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.